വെനസ്വേലയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് പിന്നാലെ ലോകത്തെ വീണ്ടും അമ്പരപ്പിക്കുന്ന മറ്റൊരു നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നികുതി നയങ്ങൾ, H-1B വിസ നിയന്ത്രണങ്ങൾ, വെനസ്വേലൻ എണ്ണയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ തുടങ്ങി അധികാരത്തിലെത്തിയതു മുതൽ തന്നെ ട്രംപ് ആഗോളതലത്തിൽ വിവാദങ്ങൾക്ക് കാരണമാകുന്ന വ്യക്തിയായി മാറിയിരുന്നു. ഇപ്പോഴിതാ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കണമെന്ന അതിശയിപ്പിക്കുന്ന ആഗ്രഹമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകുന്നതിനുള്ള വിവിധ സാധ്യതകൾ US ഭരണകൂടം പരിശോധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ. ഇതിനു മുൻപ് കാനഡയെ കൂടി ചേർത്തുള്ള ഒരു സമീപനം ട്രംപ് പരിഗണിച്ചതായും വിവരങ്ങളുണ്ട്. ഗ്രീൻലാൻഡ് US-ന്റെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്തം നിർണായകമാണെന്ന് പ്രസിഡന്റ് ട്രംപ് പലവട്ടം ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ താമസിക്കുന്ന ഏകദേശം 57,000 പേരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക വാഗ്ദാനങ്ങളുമായി ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഡെൻമാർക്കിന്റെ ഭരണപരിധിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ദ്വീപ സമൂഹമായ ഗ്രീൻലാൻഡിനായി അമേരിക്കൻ ഭരണകൂടം വലിയ തുകകൾ വാഗ്ദാനം ചെയ്യുന്നതായാണ് സൂചന. ദ്വീപ് നിവാസികളെ US-നോട് അടുപ്പിക്കാനായി ഒരാൾക്ക് 10,000 മുതൽ $1,00,000 വരെ നൽകാനുള്ള പദ്ധതിയാണ് പരിഗണിക്കുന്നത്. ഡെൻമാർക്കിൽ നിന്ന് വേർപിരിഞ്ഞ് അമേരിക്കയുമായി ചേർന്നു നിൽക്കാൻ ഗ്രീൻലാൻഡ് പൗരന്മാരെ പ്രേരിപ്പിക്കുകയാണ് ഈ പണമടച്ചൽ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഏകദേശം $6 ബില്യൺ വരെ US മാറ്റിവെക്കാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രീൻലാൻഡ് പൗരന്മാരെ സാമ്പത്തിക വാഗ്ദാനങ്ങളിലൂടെ സ്വന്തമാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് നീൽസൺ ഇതിനകം തന്നെ ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ നാട് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ നിർദ്ദേശത്തെ അനുകൂലിക്കുന്ന ചില വിഭാഗങ്ങൾ ഗ്രീൻലാൻഡിൽ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത്യന്തം അവിവേകപൂർണമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, ഡെൻമാർക്ക് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രീൻലാൻഡ് അവിടുത്തെ ജനങ്ങളുടേതാണെന്നും ഡെൻമാർക്കും ഗ്രീൻലാൻഡിനും മാത്രമേ അവരുടെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളൂവെന്നും ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഗ്രീൻലാൻഡിന്റെ പരമാധികാരത്തിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യത്തിന്റെ സ്ഥിരതയെ പോലും ബാധിക്കാമെന്ന മുന്നറിയിപ്പും ഡെൻമാർക്ക് നൽകിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിലെ സമൃദ്ധമായ ധാതു വിഭവങ്ങളാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. വെനസ്വേലയുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ എണ്ണയാണ് മുഖ്യ ഘടകമായിരുന്നതെങ്കിൽ ഗ്രീൻലാൻഡിലെ അപൂർവ ഭൂമിധാതുക്കളാണ് ഇപ്പോൾ US-ന്റെ ശ്രദ്ധാകേന്ദ്രം. മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ബാറ്ററികൾ, ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഈ ധാതുക്കൾ വഴി ചൈനയുടെ ആഗോള കുത്തക തകർക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ആർട്ടിക് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം ഗ്രീൻലാൻഡിനെ US-ന്റെ സുരക്ഷാ കണക്കുകൂട്ടലുകളിൽ നിർണായക സ്ഥാനത്തേക്കാണ് ഉയർത്തിയതെന്ന് ട്രംപ് അനുകൂലികൾ വാദിക്കുന്നു. ഗ്രീൻലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതീവ തന്ത്രപ്രധാനമാണെന്നും ദ്വീപിന്റെ ഏകദേശം 80% പ്രദേശവും ആർട്ടിക് സർക്കിളിന് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ലോക ഭൂപടത്തിൽ വലുപ്പത്തിൽ വൻതോതിലും ജനസംഖ്യയിൽ ചെറുതുമായ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഈ ആർട്ടിക് ദ്വീപ് അടുത്ത കാലത്ത് വീണ്ടും ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അമേരിക്ക ഗ്രീൻലാൻഡിനോട് പ്രകടിപ്പിക്കുന്ന തന്ത്രപരമായ താൽപര്യങ്ങളാണ് ഇതിന് കാരണം. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രീൻലാൻഡ് അമേരിക്കൻ വിദേശ നയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. ഗ്രീൻലാൻഡിന്റെ പ്രാധാന്യം അതിന്റെ ഭൂമിശാസ്ത്രിക സ്ഥാനമാണ്. ആർട്ടിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഉത്തര അറ്റ്ലാന്റിക് മേഖലയുടെ സുരക്ഷയ്ക്കും അന്തർഖണ്ഡ പ്രതിരോധ സംവിധാനങ്ങൾക്കുമുള്ള നിർണായക കേന്ദ്രമായി അമേരിക്ക കാണുന്നു. റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ അവരുടെ സാന്നിധ്യം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഗ്രീൻലാൻഡിലെ സ്വാധീനം അമേരിക്കയ്ക്ക് തന്ത്രപരമായ അനിവാര്യതയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.